വിജയ് നായകനായി എത്തിയ ലിയോ കഴിഞ്ഞ വർഷത്തെ വലിയ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായിരുന്നു. 600 കോടിയോളം ചിത്രം കളക്ഷൻ നേടിയെന്നായിരുന്നു അണിയറ പ്രവർത്തകർ പറഞ്ഞത്. ഇപ്പോഴിതാ ചിത്രം നേടിയ കളക്ഷൻ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇൻകം ടാക്സ് രേഖകൾ. 600 കിട്ടിയെന്ന് വാദം, 400 കോടിയെന്ന് രേഖ, ബാക്കി 200 കോടി എവിടെ? എന്താണ് വിജയ് ചിത്രം ലിയോയ്ക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വിജയ് ആരാധകരോട് കള്ളം പറഞ്ഞതാണോ അണിയറ പ്രവർത്തകർ? ലിയോയുടെ യഥാർത്ഥ കളക്ഷൻ എത്രയാണെന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തകൃതിയായി നടക്കുന്നത്. ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അണിയറ പ്രവർത്തകരിലേക്കും സംശയത്തിന്റെ വിരൽ ചൂണ്ടുകയാണ്. നമുക്കറിയാം, വിജയ് നായകനായി ലോകേഷ് കനകരാജ് ഒരുക്കിയ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ലിയോ. വിക്രം നേടിയ വൻ വിജയത്തിനു ശേഷം ലോകേഷ് ഒരുക്കിയ ചിത്രമായിരുന്നു ലിയോ. വിജയ് 2 ഗെറ്റപ്പിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസ് ഇളക്കി മറിക്കുകയും ഇൻഡസ്ട്രി ഹിറ്റാവുകയും ചെയ്തു. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായിരുന്നു ലിയോ എന്ന ചിത്രം. LCUവിൽ ലിയോയുടെ തുടർന്നുള്ള യാത്ര കാണാൻ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. എന്നാൽ ലിയോ ആരാധകർക്ക് അത്ര സുഖകരമല്ലാത്ത ചില വാർത്തകളാണ് ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. സൂപ്പർ ഹിറ്റായ ചിത്രം, ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രം, അതായിരുന്നു ലിയോ എന്ന ചിത്രത്തിന്റെ ലേബൽ. ഇപ്പോൾ ചിത്രത്തിന്റെ കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അണിയറ പ്രവർത്തകരിലേക്കും സംശയത്തിന്റെ വിരൽ ചൂണ്ടുന്നതാണ്. മാസ്റ്ററിന്റെ വിജയത്തിനു ശേഷം ലോകേഷും വിജയും ഒരുമിച്ചെത്തിയ ചിത്രമായതിനാൽ തന്നെ വലിയ ഹൈപ്പ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും ലഭിച്ചു. വമ്പൻ വിജയമായിരുന്ന സിനിമ തിയേറ്ററുകളിൽ നിന്ന് നേടിയതും അത്രയും തന്നെയാണ്, 600 കോടിയിലധികം. ഇത് ചിത്രം നേടിയ കളക്ഷനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളായിരുന്നു. ഇപ്പോഴിതാ ആ കണക്കുകൾ തെറ്റാണെന്ന് കാണിക്കുന്ന വിവരമാണ് പരക്കുന്നത്. സിനിമയുടെ മൊത്തം റവന്യൂവായി നിർമ്മാതാക്കൾ സമർപ്പിച്ച രേഖയിൽ പറയുന്നത് 404 കോടിയാണ് ലിയോ സ്വന്തമാക്കിയതെന്നാണ്. തിയേറ്ററിൽ നിന്നും നേടിയതാകട്ടെ 240 കോടിയുമെന്നൊക്കെ. ഇതൊക്കെ കണക്കുകൾ പറയുന്നതാണ്. 500 കോടിയും 600 കോടിയും സിനിമ നേടിയെന്ന കണക്കുകളാണ് ഇതോടെ വ്യാജമാണെന്ന് പുറത്തുവരുന്നത്. 200 കോടിയോളം സിനിമയുടെ നിർമ്മാതാക്കൾ പെരുപ്പിച്ചു കാണിച്ചുവെന്നും ആരോപണം ഉയരുകയാണ്. നേരത്തെ വിജയുടെ തന്നെ ചിത്രം വാരിസിന്റെ കളക്ഷനെ സംബന്ധിച്ചും ഇതേ ആരോപണം ഉയർന്നിരുന്നു. വാരിസ് 300 കോടിയിലധികം നേടിയെന്നായിരുന്നു അന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞത്. എന്നാൽ ഇത് ശരിയല്ലെന്ന് പിന്നീട് നിർമ്മാതാവ് തന്നെ തുറന്നു പറഞ്ഞതും നാം കണ്ടിരുന്നു. ഇപ്പോൾ സിനിമാ ലോകത്തും ചർച്ചാ വിഷയമായിരിക്കുകയാണ് ലിയോ സിനിമയുടെ കളക്ഷൻ കണക്കുകൾ. എന്തായാലും വിജയ്ക്ക് ഈ വാർത്ത ക്ഷീണമുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. കാരണം ലിയോയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകളെല്ലാം തെളിവുകൾ നിരത്തിയാണ്. ജനനായകനോടെ സിനിമ വിട്ട് പൂർണ്ണമായും രാഷ്ട്രീയ പ്രവർത്തനമായി മാറാനുള്ള ഒരുക്കത്തിലാണ് വിജയ് ഇപ്പോൾ. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ്. അതിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു കള്ളക്കഥയുടെ വാർത്ത പുറത്തു വന്നത് തീർത്തും വിജയ്ക്ക് ക്ഷീണമുണ്ടാക്കുമെന്നും ഉറപ്പിക്കാം. അതേസമയം രജനി ലോകേഷ് കൂട്ടുകെട്ടിലെത്തിയ കൂലി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. 400 കോടിക്കടുത്ത് കൂലിയും കളക്ഷൻ നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതും ഒരുപക്ഷെ സത്യമായിരിക്കില്ലെന്നാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത്. എന്തായാലും 400 കോടി 500 കോടി കണക്കുകളെല്ലാം തിരുത്തി കുറിക്കുന്ന രേഖകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.